ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സംസ്ഥാന ബഡ്ജറ്റിൽ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിന് 212 കോടി രൂപയുടെ പദ്ധതികൾ ലഭ്യമായെന്ന് VR സുനിൽകുമാർ MLA. ഏറെയും തുക നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾക്ക്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാവ് AC മൊയ്തീന് തിരിച്ചടി. മൊയ്തീന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ED നടപടി ശരിവെച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ മാസപ്പടി ആരോപണത്തിൽ കേന്ദ്ര അന്വേഷണം പൂർത്തിയായി. CMRLന്റെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ പരിശോധന പൂർത്തിയായി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാന ബഡ്ജറ്റിൽ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിന് 212 കോടി രൂപയുടെ പദ്ധതികൾ ലഭ്യമായെന്ന് VR സുനിൽകുമാർ MLA അറിയിച്ചു. നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾക്കായാണ് തുക ഏറെയും. മാളച്ചാൽ ബജറ്റിൽ ഇടം നേടിയിട്ടുണ്ട്. ധനകാര്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ച ബജറ്റ് സാധാരണ ജനവിഭാഗത്തെ സഹായിക്കുന്ന ജനപ്രിയ ബജറ്റാണെന്ന് കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാർ. കാർഷിക മേഖലയിൽ ശക്തി പകരുന്നതും ക്ഷേമ പെൻഷൻ മുടക്കമില്ലാതെ കൊടുത്തുകൊണ്ട് ലൈഫ് പദ്ധതിയിൽ കൂടുതൽ വീടുകൾ അനുവദിച്ചും ടൂറിസം പദ്ധതിക്ക് കൂടുതൽ ഊന്നൽ നൽകി കൂടുതൽ വരുമാനവും തൊഴിൽ സാധ്യതയും കൊണ്ടുവരുന്ന ബജറ്റാണ്. കൊടുങ്ങല്ലൂർ മണ്ഡലം ഒരു പൈതൃക ടൂറിസം ഹബ്ബായി വളരുന്ന സാഹചര്യത്തിൽ ടൂറിസത്തിന് പ്രത്യേക പരിഗണന കൊടുക്കുന്നത് നിയോജക മണ്ഡലത്തിൽ ഏറെ ഗുണകരമാകുമെന്നും സുനിൽകുമാർ പറഞ്ഞു. ബജറ്റിൽ തുക നീക്കിവച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി മേത്തല ഗവൺമെന്റ് UP സ്കൂൾ പുതിയ കെട്ടിടം 1 കോടി. കുണ്ടൂർ ബോട്ട് ജെട്ടി, ചെമ്പോത്തുരുത്ത്, പായംതുരുത്ത് കടവ്, കൊച്ചുകടവ്, പരുത്തിപ്പിള്ളിക്കടവ്, മണപ്പുറം ടൂറിസം പദ്ധതി 6 കോടി. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയം നിർമ്മാണം 1.25 കോടി. അന്നമനട മൂഴിക്കുളം റോഡ് 4.4 കിലോമീറ്റർ, മാള അന്നമനട റോഡ് എന്നീ റോഡുകളുടെ BC ഓവർലേ പ്രവൃത്തി 6 കോടി. മാള ഗ്രാമപഞ്ചായത്ത് രാമവിലാസം സർക്കാർ LP സ്കൂൾ കുരുവിലശ്ശേരി പുതിയ കെട്ടിടം 1.5 കോടി. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പൈങ്ങോട് ഗവൺമെന്റ് LP സ്കൂൾ പുതിയ കെട്ടിടം 1 കോടി. പൊയ്യ പഞ്ചായത്ത് ഓഡിറ്റോറിയം നിർമ്മാണം 1.25 കോടി. കൊടുങ്ങല്ലൂർ KKTM കോളേജ് ഇൻഡോർ സ്റ്റേഡിയം പൂർത്തീകരണം 2 കോടി. മാളക്കടവ് സംരക്ഷണ പദ്ധതി ബോട്ട് ജെട്ടി നിർമ്മാണം അനുബന്ധ സൗകര്യങ്ങൾ KA തോമസ് മാസ്റ്റർ സ്മാരക രാഷ്ട്രീയ ചരിത്ര മ്യൂസിയം 2.5 കോടി. അന്നമനട പാലിപ്പുഴ കടവ് സ്ലൂയിസ് കം ബ്രിഡ്ജ് 55 കോടി. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കരൂപ്പടന ഗവൺമെന്റ് LP സ്കൂൾ പുതിയ കെട്ടിടം 1 കോടി. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി 75 കോടി. മാള ചുങ്കം കൊമ്പത്തുകടവ് റോഡ് 4 കിലോമീറ്റർ. പൊയ്യ മണലിക്കാട് പൊയ്യക്കടവ് റോഡ് 2.6 കിലോമീറ്റർ. കുഴൂർ കുണ്ടൂർ റോഡ്, കല്ലൂർ ആലത്തൂർ കോട്ടമുറി റോഡ്, അഷ്ടമിച്ചിറ മാരേക്കാട് കുന്നത്തേരി റോഡ്, ചെട്ടിപ്പറമ്പ് റോഡ്, കൊടുങ്ങല്ലൂർ ഹോസ്പിറ്റൽ റോഡ്, അരിപ്പാലം വള്ളിവട്ടം റോഡ്, പുല്ലൂറ്റ് പുത്തഞ്ചിറ റോഡ്, തുമ്പൂർ തൊമ്മാന പുത്തഞ്ചിറ റോഡ്, കാവനാട് റോഡ്, എരയാംകുടി റോഡ്, മാമ്പ്ര കൂട്ടാലപ്പാടം റോഡ്, വാളൂർ കൊരട്ടി റോഡ് എന്നീ റോഡുകൾ BMN BC നിലവാരത്തിൽ പുനരുദ്ധാരണം 35 കോടി. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബഹുനില കെട്ടിടത്തിലേക്ക് പൂർണ്ണമായും ചികിത്സാ പ്രവർത്തനം സജ്ജീകരിക്കൽ 5 കോടി. അന്നമനട പഞ്ചായത്ത് ഇൻഡോർ സ്റ്റേഡിയം 1.25 കോടി. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി കെട്ടിടം പൂർത്തീകരണം 5 കോടി. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയം 5 കോടി. മാമ്പ്ര തീരദേശം റോഡ് ഉയർത്തി നിലവാരത്തിൽ റോഡ് നിർമ്മാണം 4 കോടി. മാളച്ചാൽ നവീകരണവും സ്ലൂയിസ് നിർമ്മാണവും 75 ലക്ഷം. പൊയ്യ മണലിക്കാട് റോഡിലെ എലിച്ചിറ പാലം നിർമ്മാണം 2.5 കോടി. തുടങ്ങിവച്ച പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും അടിസ്ഥാന മേഖലാ വികസനങ്ങൾ നിയോജക മണ്ഡലത്തിൽ കൂടുതൽ പദ്ധതികൾ നടപ്പാകും എന്നാണ് പ്രതീക്ഷയെന്നും അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA പത്രപ്രസ്താവനയിലൂടെ അറിയിച്ചു. മീഡിയ ടൈം, മാള. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാവ് AC മൊയ്തീന് തിരിച്ചടി. മൊയ്തീന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ED നടപടി ശരിവെച്ചു. AC മൊയ്തീന്റെ എതിർപ്പ് തള്ളി ദില്ലി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടേതാണ് നടപടി. തൃശൂരിലെ CPM പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്വേഷണത്തിന്റെ പരിധിയിലാണ്. AC മൊയ്തീന്റെയും ഭാര്യയുടെയും പേരിലുള്ള 6 ബാങ്ക് അക്കൗണ്ടുകളിലുള്ള 40 ലക്ഷം രൂപയാണ് കണ്ടുകെട്ടിയത്. എന്നാൽ ഭൂസ്വത്തുകൾ ഇപ്പോൾ കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നില്ലെന്നാണ് റിപ്പോർട്ട്.
തൃശൂരിലെ CPM പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്വേഷണത്തിന്റെ പരിധിയിലാണ്. AC മൊയ്തീൻ സ്വത്ത് വിശദാംശങ്ങൾ, ബാങ്ക് നിക്ഷേപക രേഖകൾ എന്നിവ പൂർണ്ണമായി ഹാജരാക്കണമെന്ന് ED ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ ഹാജരായപ്പോൾ മുഴുവൻ രേഖകളും കൈമാറാൻ മൊയ്തീന് കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിലായിരുന്നു മൊയ്തീന് നിർദ്ദേശം നൽകിയിരുന്നത്. കേസിൽ അന്വേഷണം നേരിടുന്ന ബാങ്ക് മുൻ മാനേജർ ബിജു കരീമിന്റെ ബന്ധു കൂടിയാണ് AC മൊയ്തീൻ. ഈ സാഹചര്യത്തിൽ ബാങ്കിൽ നിന്ന് ബനാമികൾ വ്യാജരേഖകൾ ഹാജരാക്കി ലോൺ നേടിയതിൽ AC മൊയ്തീന് പങ്കുണ്ടെന്നായിരുന്നു EDയുടെ അന്വേഷണം. മീഡിയ ടൈം, കൊച്ചി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി ആരോപണത്തിൽ കേന്ദ്ര അന്വേഷണം പൂർത്തിയായി. CMRLന്റെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ പരിശോധന പൂർത്തിയായി. പ്രാഥമിക പരിശോധന നടത്തിയത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. CMRLന്റെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ പരിശോധന പൂർത്തിയായി. പ്രാഥമിക പരിശോധന നടത്തിയത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം മടങ്ങി. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും CMRLും തമ്മിൽ നടത്തിയ ഇടപാടുകളാണ് SFIO സംഘം പരിശോധിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിവിധ രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. പരാതിയിൽ അന്വേഷണം നടത്താൻ 8 മാസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. മുൻകൂട്ടി അറിയിക്കാതെ എത്തിയ അന്വേഷണ സംഘം കമ്പനി ജീവനക്കാരുടെ മൊബൈൽ ഫോണോ ലാൻഡ് ഫോണോ ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം നൽകിയ ശേഷമാണ് പരിശോധന ആരംഭിച്ചത്. മീഡിയ ടൈം, ആലുവ. ഏറെ വിവാദമായ ചാലക്കുടി വ്യാജ LSD കേസിൽ വഴിത്തിരിവ്. ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ മയക്കുമരുന്ന് കേസിൽ കുടുക്കാൻ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകിയ ആളെ തിരിച്ചറിഞ്ഞു. ഷീല സണ്ണിയുടെ അടുത്ത ബന്ധത്തിലുള്ള യുവതിയുടെ സുഹൃത്ത് തൃപ്പുണിത്തറ ഏരൂർ സ്വദേശി നാരായണദാസ് ആണ് വിവരം നൽകിയത്. ഇയാളെ പ്രതി ചേർത്ത് തൃശൂർ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ചാലക്കുടി വ്യാജ LSD കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ TM മജു കേസിൽ ഇയാളെ പ്രതി ചേർത്ത് തൃശൂർ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇയാളോട് ഈ മാസം 8-ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ 72 ദിവസം ജയിലിൽ അടച്ചത് വലിയ വിവാദമായിരുന്നു. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് നടത്തിയ പരിശോധനയിലായിരുന്നു ബാഗിനകത്ത് ഒളിപ്പിച്ച നിലയിൽ LSD സ്റ്റാമ്പ് കണ്ടെത്തിയത്. എന്നാൽ കെമിക്കൽ എക്സാമിനറുടെ പരിശോധനയിൽ പിടികൂടിയത് LSD സ്റ്റാമ്പല്ലെന്ന് കണ്ടെത്തി. പരിശോധനാ ഫലം എക്സൈസ് സംഘം മറച്ചുവെച്ചു. റിപ്പോർട്ട് പുറത്തായതോടെ ഷീല സണ്ണി ഹൈക്കോടതിയെ സമീപിച്ച് കേസ് റദ്ദാക്കി. സംഭവത്തിൽ പഴിക്കേട്ട എക്സൈസ് വ്യാജ സ്റ്റാമ്പ് വെച്ച പ്രതിയെ കണ്ടെത്താൻ അന്വേഷണം തുടരുന്നതിനിടെ ഷീല സണ്ണിയുടെ മരുമകളുടെ അനുജത്തി ലിവിയ ജോസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തന്നെ പ്രതിയാക്കി ബലിയാടാക്കാൻ എക്സൈസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുവെന്നാണ് യുവതി ആരോപിച്ചത്. ഷീല സണ്ണിയുടെ മകന്റെ ഭാര്യയുടെ സഹോദരിയും ബംഗളൂരുവിലെ വിദ്യാർത്ഥിനിയുമാണ് ഈ യുവതി. ഷീല സണ്ണിയും മകനും തന്റെ രക്ഷിതാക്കളോട് കടബാധ്യത തീർക്കാൻ 10 ലക്ഷം രൂപയും സ്വർണവും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പണം നൽകുന്നതിനെ താൻ എതിർത്തുവെന്നും ഇതിലുള്ള വിരോധമാണ് ഷീല സണ്ണി തനിക്കെതിരെ വ്യാജ ആരോപണം ഉയർത്തുന്നതിന് പിന്നിലെന്നായിരുന്നു യുവതി അന്ന് പറഞ്ഞത്. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. പൊയ്യ മടത്തുംപടി ജഡ്ജിമുക്കിന് സമീപം റോഡിന്റെ സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ച് കാർ മറിഞ്ഞു. കാർ യാത്രികരായ 2 പേർക്ക് പരിക്ക്. കാർ നിയന്ത്രണം വിട്ടതാകാം അപകടകാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇരുവരുടെയും പരിക്ക് സാരമുള്ളതല്ല. വൈകിട്ട് 7 മണിയോടടുത്തായിരുന്നു അപകടം. മാള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്ത് മദ്യവില കൂടും. അടുത്ത സാമ്പത്തിക വർഷത്തിലാണ് വർധന നടപ്പാക്കുക. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനാണ് വില വർദ്ധിപ്പിക്കുന്നത്. ഇവയുടെ എക്സൈസ് തീരുവ ലിറ്ററിന് 10 രൂപയാണ് കൂട്ടിയത്. ഗൽവനേജ് ഫീസ് ഇനത്തിൽ 200 കോടി രൂപ സമാഹരിക്കുമെന്നും മന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് നിലവിൽ നൽകുന്ന 1600 രൂപ ക്ഷേമ പെൻഷൻ ഉയർത്തില്ലെന്ന് മന്ത്രി പറഞ്ഞു. കുടിശ്ശിക ഇനത്തിൽ കൊടുത്തു തീർക്കാനുള്ള പെൻഷൻ തുക അടുത്ത സാമ്പത്തിക വർഷം മുതൽ കൊടുത്തു തീർക്കും. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കയ്പമംഗലം യൂണിറ്റ് വാർഷിക യോഗവും തെരഞ്ഞെടുപ്പും നടത്തി. KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി A. രാമചന്ദ്രൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KB സുധാംശു അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം MR കാളിക്കുട്ടി, ബ്ലോക്ക് പ്രസിഡന്റ് CK ശങ്കു, VK അശോകൻ, EK ദേവാനന്ദൻ, KB ബീന, MD സന്തോഷ്, KM അബ്ദുൽ കരീം,
ദിനകരൻ, KU സുബ്രഹ്മണ്യൻ, C ഗോപാലകൃഷ്ണൻ, KA തങ്കമണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ മതിലകം BRCയുടെ കീഴിൽ വരുന്ന പൊതുവിദ്യാലയങ്ങളിലെ ഭിന്നശേഷി കുട്ടികളുടെ ഇൻക്ലൂസീവ് കലോത്സവം നടത്തി. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന കലോത്സവം പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു. മതിലകം BPC AP സിജിമോൾ അധ്യക്ഷയായി. റിയാലിറ്റി ഷോ താരം അമൻ സക്ക മുഖ്യാതിഥിയായി. BRC ട്രെയിനർ റസിയ, BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ സെറീന മുഹമ്മദ് അലി, മരിയ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികൾ അരങ്ങേറി. കവിയും എഴുത്തുകാരനും നിരൂപകനുമായ NK ദേശം അന്തരിച്ചു. 88 വയസ്സായിരുന്നു. കൊടുങ്ങല്ലൂരിലെ മകളുടെ വീട്ടിൽ ഇന്നലെ രാത്രി 10:30 അന്ത്യം. 1973 അന്തിമലരിയാണ് ആദ്യ സമാഹാരം. കന്യാഹൃദയം, അപ്പൂപ്പൻ താടി, ചൊട്ടയിലെ ശീലം, പവിഴമല്ലി, ഉല്ലേഖം, 51 അക്ഷരാളി തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. ടാഗോറിന്റെ ഗീതാഞ്ജലി പരിഭാഷപ്പെടുത്തിയതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 2007 ഓടക്കുഴൽ പുരസ്കാരവും 2009 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് 19ാം വാർഡ് ലോറിക്കടവിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റ് നാടിന് സമർപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ 19ാം വാർഡിൽ ലോറിക്കടവ് ബീച്ച് പരിസരത്ത് ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭന ശാർഗധരൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അയൂബ്, KSEB എഞ്ചിനീയർ ബൈജു, വാർഡ് മെമ്പർ മിനി പ്രദീപ് എന്നിവർ സംസാരിച്ചു. നാട്ടുകാരും പൊതുപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ഓൾ കേരള ഡയറി കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമര പ്രചരണ ജാഥകൾക്ക് മാളയിൽ സ്വീകരണം നൽകി. ജാഥ ഡയറക്ടർ പ്രശോഭനൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് MR സോമൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ P മുരളി, യൂണിയൻ മാള ബ്ലോക്ക് പ്രസിഡന്റ് PV സന്തോഷ്, ജോയ് കുറ്റിപ്പുഴ, മാള സംഘം പ്രസിഡന്റ് സുബ്രൻ, KS സന്ധ്യ എന്നിവർ സംസാരിച്ചു. തൃശൂർ സഹോദയ കിഡ്സ് ഫെസ്റ്റ്, കരാട്ടെ എന്നീ മത്സരങ്ങളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റിന് മികച്ച വിജയം നേടിയ കുട്ടികളെയും കോഴിക്കോട് നടന്ന കരാട്ടെ മത്സരത്തിൽ കത്തയിൽ 1ാം സ്ഥാനവും കുമിത്തയിൽ 2ാം സ്ഥാനവും ലഭിച്ച ഹയ ആസ്യ എന്ന കുട്ടിയെയും അധ്യാപകനായ സുരേന്ദ്രനെയും ചടങ്ങിൽ അവാർഡ് നൽകി അനുമോദിച്ചു. കൊടുങ്ങല്ലൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ TX ജോഷി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓരോ ജീവനും വിലപ്പെട്ടതാണെന്നും അതിനാൽ ശ്രദ്ധയോടെ നിരത്തിൽ വാഹനങ്ങൾ ഓടിച്ച് ജീവനെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശ്രീനാരായണപുരം MES ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച ആധുനിക ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം നടന്നു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ അയൂബ് അധ്യക്ഷനായിരുന്നു. അബ്ദുസലാം സുൽഫി, PTA പ്രസിഡന്റ് മുഹമ്മദ് റാഫി, സ്കൂൾ പ്രിൻസിപ്പൽ VK റഫീഖ്, ഹെഡ് മിസ്ട്രസ് അനീസ, വിദ്യാർത്ഥി പ്രതിനിധി റസ എന്നിവർ സംസാരിച്ചു. MES ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ഹരിതഗ്രാമത്തിലെ നിർധനനായ വ്യക്തിക്ക് വീട് നിർമ്മിക്കുന്നതിനായി 25,000 രൂപ കൈമാറി. SN പുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനനാണ് തുക കൈമാറിയത്. NSS വോളണ്ടിയർമാർ ഉൽപ്പന്ന വിപണനത്തിലൂടെയാണ് തുക സമാഹരിച്ചത്. SN പുരം പഞ്ചായത്ത് വികസന സമിതി ചെയർമാൻ അയൂബ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ VK റഫീഖ്, മാനേജ്മെന്റ് കമ്മിറ്റി ട്രഷറർ സലാം, PTA പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കു ലളിതവൽക്കരിച്ച പഠന സഹായികൾ നൽകുന്ന തെളിമ എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ഗ്രാമീണ സമ്പദ്ഘടനയിൽ സഹകരണ പ്രസ്ഥാനത്തിന്റെ സ്വാധീനവും കരുത്തും ബോധ്യപ്പെടുത്തുന്നതിനും എല്ലാ വീടുകളെയും സ്ഥാപനങ്ങളെയും സംഘടനകളെയും പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തുന്നതിനും പുല്ലൂറ്റ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച മേഖലാ യോഗങ്ങൾ സമാപിച്ചു. വാർഡ് കൗൺസിലർ C നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് KG മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. TK ലാലു, CS തിലകൻ, ശ്രീദേവി വിജയകുമാർ, NAM അഷ്റഫ്, കുഞ്ഞു മുഹമ്മദ് കണ്ണാങ്കളത്ത്,
ഷാജി നാലുമാക്കൽ, സെക്രട്ടറി അനിതകുമാരി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സംസ്ഥാന ബഡ്ജറ്റിൽ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിന് 212 കോടി രൂപയുടെ പദ്ധതികൾ ലഭ്യമായെന്ന് VR സുനിൽകുമാർ MLA. ഏറെയും തുക നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾക്ക്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാവ് AC മൊയ്തീന് തിരിച്ചടി. മൊയ്തീന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ED നടപടി ശരിവെച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ മാസപ്പടി ആരോപണത്തിൽ കേന്ദ്ര അന്വേഷണം പൂർത്തിയായി. CMRLന്റെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ പരിശോധന പൂർത്തിയായി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.